ഭേദഗതി വരുത്തി മുസ്ലിം സമുദായത്തെ എങ്ങനെയെങ്കിലും തറപറ്റിക്കണമെന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്നവരിൽ സിരൽ നമുക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ കർണാടകയിലെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെയും സയ്യിദുൽ ഉലമ മുത്തുക്കോയ തങ്ങൾ ഉപ്പാപ്പയുടെയും നേതൃത്വം അംഗീകരിക്കുന്ന എല്ലാ സുന്നി വിഭാഗങ്ങളും ഒരേ മനസ്സോടുകൂടെ അതിനെതിരെ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കപ്പെട്ടപ്പോ ഇന്ത്യ രാജ്യം തന്നെ ഞെട്ടി നിൽക്കുമാർ അതിജനാവലിയോടുകൂടെ വിജയിച്ച് ആ ഒരു റാലി കാണുകയും അനുഭവിച്ചവരുമാണ് നാം. എവിടെ നമ്മൾ റാലി നടത്തുമ്പോഴും ഏത് പ്രതിഷേധങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുമ്പോഴും നമുക്കുള്ള ഏറ്റവും വലിയ ആയുധം അത് ദുആ ആണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ രണാങ്കളത്തിലേക്ക് പോയപ്പോ ആ ബദരീങ്ങളെ സഹായിക്കാൻ വേണ്ടി 5000-ൽ പരന്ന മലായിക്കത്തുകൾ അല്ലാഹു തആല ഇറക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ നിർത്തിയില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താണുകയാണ് റബ്ബിനോട് പറയാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയ ആയുധം അത് നമ്മുടെ പ്രാർത്ഥനയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഞാൻ ദുആയിരുന്നാൽ അല്ലാഹു എന്നെ കബൂലാക്കോ? ഞാൻ പറഞ്ഞ അല്ലാഹു എന്നെ കേൾക്കോ? ഞാൻ പറഞ്ഞ അല്ലാഹു തആല അത് സ്വീകരിക്കോ? ഇങ്ങനെ ഒരു ഇടയാട്ടത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കരുത്. ഞാൻ ദുആയിരുന്നാൽ ഞാൻ എന്റെ രക്ഷിതാവായ അല്ലാഹുവിനോടാണ്, റബ്ബായ റബ്ബിനോട് ഞാൻ ദുആ ഇറക്കുമ്പോൾ എന്റെ റബ്ബ് എനിക്ക് ഉത്തരം തരും. അതാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉദുഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. മഹാന്മാരായ മുഹദ്ദിസുകളെ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തു പറഞ്ഞു, ലിയകുനി ദാഇ റബ്ബഹു അലാ യഖീനിൻ ബിഅന്ന അല്ലാഹ യുജീബ്. ഏതൊരു ദുആ ഇറക്കുന്നവന്റെയും അചഞ്ചലമായ വിശ്വാസം മേലായ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഉത്തരം തരുമെന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലായിരിക്കണം. കാരണം ഏതൊരു വിഷയം മറ്റൊരാളോട് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന വസ്തുവിനെ തിരിച്ചു തരാതിരിക്കുന്നതിന്റെ കാരണം ലിഅന്ന റദ്ദ ദുആഇ ഇമ്മാലിൽ അജ്സി ഫീ ഇജാബതിഹി. ചോദിച്ചത് അല്ലാഹു തആല തരൂല എന്ന് പറയാൻ പറ്റൂല. അല്ലാഹു തആലയോട് ചോദിക്കുമ്പോൾ ആ അല്ലാഹു തആല ചോദിക്കുന്നത് തരാതിരിക്കണമെങ്കിൽ ഇമ്മാലിൽ അജ്സി ഫീ ഇജാബതിഹി, ഒന്നിരിക്കൽ ഉത്തരം കൊടുക്കാൻ അല്ലാഹുക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കും, അല്ലാഹു തആലയുടെ കൈവശം ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ഒരാള് സാമ്പത്തികമായ ശേഷിക്ക് വേണ്ടി ദുആ ഇറക്കുമ്പോൾ റബ്ബിന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ അവന് അല്ലാഹു സാമ്പത്തിക ശേഷി കൊടുക്കാതിരിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കാൻ നിർവാഹമില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ചോദിക്കുന്നത് കൊടുക്കാതിരിക്കണമെങ്കിൽ ഇമ്മാലിൽ അജ്സി ഫീ ഇജാബതി, ചോദിക്കുന്നത് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും. അതല്ലെങ്കിലോ മഹാന്മാരായ അയിമ്മത്തുകൾ പറയുകയാണ്, ഔലി അദമി കറമിൻ ഫിൽ മദ്ഉവി, ദുആ ഇറക്കപ്പെടുന്ന അല്ലാഹു തആല ഒരു മാന്യനല്ലാത്തത് കൊണ്ടായിരിക്കും. ചോദിച്ചാ കൊടുക്കാത്ത ആളാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അറുപിശുക്കനാണ്. ഉണ്ടായാലും കൊടുക്കാത്തൊരു എരക്കനാണ്. അങ്ങനെ ഒരു എരക്കനായത് കൊണ്ടായിരിക്കും ചിലപ്പോ കൊടുക്കാതിരിക്കുന്നത്. അതല്ലെങ്കിലോ ചോദിക്കുന്നത് കൊടുക്കാതിരിക്കുന്നത് ഇമ്മാലി അദമി ഇൽമിൽ മദ്ഉവി ബിദുആഇ ദാഇ, ചോദിക്കുന്നവന്റെ ദുആ അറിയാത്തത് കൊണ്ടായിരിക്കും.
ഈ 3 കാരണങ്ങൾ കൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കുകയുള്ളൂ. എന്നിട്ട് മഹാന്മാരായ അയിമ്മത്തുകൾ പറയാണ്, വഹാദിഹിൽ അശിയാഉ മുന്തഫിയത്തുൻ അനില്ലാഹ്. ഈ 3 കാര്യവും അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് ചേർക്കാൻ പറ്റൂല. അല്ലാഹു തആലക്ക് കഴിവില്ല എന്ന് പറയാൻ പറ്റൂല. അല്ലാഹു തആല മാന്യനല്ല, പിശുക്കനാണെന്ന് പറയാൻ പറ്റുമോ? അതും പറ്റൂല. നേരെ മറിച്ച് അതുപോലെ അല്ലാഹു നമ്മുടെ ദുആ കേൾക്കാത്തവനാണെന്ന് പറയാനും പറ്റൂല. നേരെ മറിച്ച് ഫഇന്നഹു ആലിമുൻ കരീമുൻ ഖാദിറുൻ ലാ മാനിഅ മിനൽ ഇജാബ. ഉത്തരം കൊടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ശക്തിക്കും തടസ്സപ്പെടുത്താൻ കഴിയാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം അറിയുന്നവനാണ്. നമ്മുടെ മനസ്സിനകത്തുള്ളത് അല്ലാഹു അറിയുന്നവനാണ്. അല്ലാഹു ഏറ്റവും വലിയ മാന്യനാണ്. അല്ലാഹു തആല കൊടുക്കാൻ കഴിവുള്ളവനുമാണ്. ഈ 3 വിഷയത്തിലും യജമാനനായ റബ്ബ് തആല ഈ വിശേഷണം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നവനാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉറപ്പിച്ച് ചോദിക്കണമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. കിട്ടുന്നുള്ള ഉറപ്പോടുകൂടെ ചോദിക്കണം. കിട്ടുവോ ഇല്ലേ, ഈ ഒരു ചിന്തയോടുകൂടെ ദുആയിരക്ക്. നമ്മളെല്ലാവരും ദ്വാരക്കാൻ പറയും, ഉസ്താദെ ദ്വാരക്കാൻ കേട്ടോ, ഇൻഷാ അല്ലാഹ് നിങ്ങളും ദ്വാരക്കും. സ്വാഭാവികമായിട്ട് അങ്ങോട്ടും പറയും. നമ്മളൊക്കെ ദ്വാരന്നിട്ട് എന്താണ് ഉസ്താദെ, നമ്മളെയൊക്കെ അല്ലാഹ് കേൾക്കോ, നമ്മളെയൊക്കെ അല്ലാഹു പരിഗണിക്കോ? ഇതൊരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരാൻ പാടുള്ളതല്ല. എല്ലാരും സ്വീകരിക്കുന്നവനാണ് അല്ലാഹ്. അള്ളാന്റെ മുമ്പിൽ തങ്ങളും, അള്ളാന്റെ മുമ്പിൽ ആലിമും, അള്ളാന്റെ മുമ്പിൽ സാധാരണക്കാരനും പ്രവർത്തകനും എല്ലാവരും സങ്കടം ആര് പറഞ്ഞാലും അല്ലാഹു സ്വീകരിക്കും. പിന്നെ നമ്മളൊക്കെ ഇത്രയും ദ്വാരുന്നതാണ് ഉത്തരം കിട്ടാത്ത ഇത്രങ്ങോനും കാലായി പറയണേ. ഒരുപാട് കാലായാലും ദ്വാരക്കാൻ തുടങ്ങിയിട്ട് എത്ര ദ്വാരുന്നത് ഇജാബത്ത് കിട്ടില്ലല്ലോ ഉസ്താദേ. 10-25 കൊല്ലായി കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ല, ദ്വാരക്കാത്ത ദിവസങ്ങളില്ല. ദ്വാരക്കാ ദിവസത്തെ ഉത്തരം കിട്ടാത്ത മഹാനായ ബഹുമാനപ്പെട്ട അബൂ ഹാമിദിനിൽ ഗസാലി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, നമ്മുടെ ദുആഇന് ഉത്തരം കിട്ടണമെങ്കിൽ 7 നിബന്ധനകൾ ഒത്തിണങ്ങണം. ഒരൊറ്റ ദുആക്ക് തന്നെ 7 നിബന്ധനകൾ വെക്കണം. 7 നിബന്ധനയോടുകൂടെയാണ് നിങ്ങൾ ദുആയിരക്കുന്നതെങ്കിൽ എന്തായാലും ഉത്തരം കൊടുക്കും. ബഹുമാനപ്പെട്ട അബൂ ഹാമിദിൽ ഗസാലി റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഒന്നാമത്തെ നിബന്ധന അത്തളറു, ചോദിക്കുന്നത് താഴ്മയോടുകൂടെ താഴ്മയോടുകൂടെ അള്ളാനോട് കെഞ്ചുക. മലപ്പുറം ഭാഷ പറഞ്ഞ കെഞ്ചി ചോദിക്കുക, നമ്മുടെ ഭാഷ പറഞ്ഞ തെണ്ട ചോദിക്കുമ്പോ താഴ്മയോടുകൂടെ ചോദിക്കണം. ആ താഴ്മ ചോദ്യത്തിന് മാത്രമല്ല, നമ്മുടെ ഇരുത്തത്തിൽ ആ താഴ്മ വേണം, നമ്മുടെ പിടുത്തത്തിലൊരു താഴ്മ വേണം. ഇന്ന് സാധാരണ ഈ കർണാടകയിലെ വിഷയമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നമ്മളെ കേരളത്തിലൊക്കെ പൊതുവെ ദ്വായരക്കുമ്പോ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പിടിക്കാം അല്ലേ, ഇങ്ങനെ പിടിക്കും ദ്വാരക്കും. അത് വലിയ ഉസ്താദന്മാരും അറിയാതെ പിടിക്കണ്ട്. ഈ ഒരു പിടുത്തം മഹാന്മാരായ ഇമാമിയങ്ങളിൽ നിന്ന് കിട്ടിയതല്ല. ഒന്നിരിക്കലും നിങ്ങൾ ദ്വാരക്കുമ്പോ ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ ഇതിനാണ് കെഞ്ചുകാരെ കൊണ്ടടിച്ചു, ഒന്ന് നോക്കടിച്ചു, എന്റെ കടന്നു കൂട്ടിക്കൊണ്ടടിച്ചു, എന്റെ രോഗം ഒന്ന് മാറ്റിക്കൊണ്ടടിച്ചു, എനിക്ക് കുട്ടികളില്ല ഒരു കുട്ടിനെ കൊണ്ടടിച്ചു. താഴ്മയോടുകൂടി ആ പിടുത്തത്തിലുണ്ട് താഴ്മ. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കോലുണ്ട്, ദുആയിരക്കുമ്പോ എങ്ങനെ പിടിക്കും? ഖലീൽ തങ്ങൾ ബാബയൊക്കെ എങ്ങനെ പിടിക്കാം? ഇങ്ങനെ പിടിക്കും. ആ പിടിക്കലിന്റെ അർത്ഥം എന്താ? പഠിച്ചോനെ നിന്റെ നിയമത്തല്ലേ കൊറേ കൊണ്ട
നമ്മൾ ഒരു കിലോ പഞ്ചസാര വാങ്ങൽ എങ്ങനെയാ വാങ്ങല്ലേ? ഒരു കിൻഡൽ പഞ്ചസാരയാണെങ്കിലോ ഇങ്ങനെ വാങ്ങോ? അപ്പൊ ഇങ്ങനെ വാങ്ങും. അന്തേ കുറെ കൊണ്ടവിടെ എനിക്ക് സമ്പത്ത് കുറെ കൊണ്ടവിടെ ചോദിക്കണ അള്ളഹാനോടല്ലേ? ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നമ്മൾ ചോദിക്കുമ്പോ നല്ല കനത്തിന് ചോദിക്കുക. ഒരു 3 സെന്റ് സ്ഥലം, ഒരു ചെറിയ വീട്, അതിന് ആവശ്യമല്ലല്ലോ. 1 ഏക്കർ സ്ഥലം, ഒരു 2 അടി വീട് ചോദിക്കാലോ? അള്ളാന്റെ ഒക്കെ അല്ലേ? ഇല്ലാത്ത ആളോടല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്. മഹാന്മാരായ ആലിമീങ്ങള്, സൂഫിയാക്കള്, പണ്ഡിതന്മാർ, അയിമ്മത്തുകൾ പറയുന്നുണ്ട്, ഒരാൾക്ക് സാമ്പത്തിക ശേഷി കിട്ടാൻ വേണ്ടി ദുആയിരക്കുകയാണെങ്കിൽ, സാമ്പത്തിക ശേഷിക്ക് വേണ്ടി ദുആയിരക്കുമ്പോ അല്ലാഹുവേ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷി കൊണ്ടാന്ന് ദുആയിരക്കണം. ഈ വർഷവും ഞാൻ സക്കാത്ത് വാങ്ങി, അടുത്ത വർഷം സക്കാത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി കൊണ്ടല്ല. അങ്ങനെ ഒരുപാട് പള്ളികൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്, ഒരു പള്ളി ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷി കൊണ്ടല്ല. ധാരാളം മുതഅല്ലിമീങ്ങൾ ഇവിടെ പഠിച്ചു വളരുന്നുണ്ട്. ഒരു 100 മുതഅല്ലിമീങ്ങളെ ചെലവ് കൊടുത്ത് വളർത്താനുള്ള അവസരം എനിക്ക് സാമ്പത്തിക ശേഷി കൊണ്ടല്ല. കല്യാണം കഴിക്കാൻ പ്രയാസപ്പെടുന്ന പെൺകുട്ടികളുടെ കല്യാണ ചെലവിലേക്ക് ഒരു പെൺകുട്ടിയെങ്കിലും കെട്ടിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി കൊണ്ടല്ല. ഫക്കീറന്മാരായ, മിസ്കീനന്മാരായ, വീടില്ലാത്ത, പ്രയാസപ്പെടുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗ ചികിത്സക്ക് വേണ്ടിയുള്ള സഹായം കൊടുക്കാനുള്ള സാമ്പത്തികമായ ശേഷി ഞങ്ങൾക്കെല്ലാം നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണം, ഒരു 2 കോടി കൊണ്ടോ, അങ്ങനെയൊന്നും ചോദിക്കരുത്. നമ്മൾ വേറുള്ളവരെ സഹായിക്കാൻ വേണ്ടി ചോദിക്കുമ്പോ അല്ലാഹു തആല അതിനുള്ള വഴി തുറന്നു തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾക്കും പൈസയും വേണ്ട, ആമീൻ പറയാനൊരു മടി. അല്ലാഹു നല്ല സാമ്പത്തിക ശേഷി തരട്ടെ. 27 രാവിലെ ഇങ്ങനെയുള്ള കഴിഞ്ഞ് വീട്ടിക്ക് പൈസയൊക്കെ മുതലാളിമാര് തന്നതൊക്കെ ഇങ്ങനെ എണ്ണും. കഴിഞ്ഞൊല്ലത്ത് അത്ര അല്ലല്ലോ, അടുത്തൊല്ലതിലേറെ കൂടുതൽ കൊണ്ടല്ല. ഇതാണ് നമ്മളെ ദുആ. ഇതിന്റെ അർത്ഥം എന്താ? അടുത്തല്ലോ ഞാൻ ഈ ദാരിദ്ര്യനായി തന്നെ നിൽക്കണം, ഈ മിസ്കീനായിട്ട് തന്നെ നിൽക്കണം. അടുത്തല്ല ഇതേമാതിരി മുതലാളിമാരെ തെണ്ടാൻ പോകണം, എന്നിട്ട് ഓലേക്കുന്ന പൈസ കിട്ടണം. അപ്പോഴും ഞമ്മക്ക് കുണം കിട്ടണം. നല്ലതുമായിരിക്കും. അടുത്ത കൊല്ലം സക്കാത്ത് കൊടുക്കാനുള്ള ശേഷി കൊണ്ടല്ല. ഈ തരത്തില് ദുആയിരക്കണം. ചോദിക്കുന്ന ചോദ്യം താഴ്മയോടുകൂടെയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്, റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ രക്ഷിതാവാണ് ഇത് തരേണ്ടവൻ. ഞാനൊരു അടിമയാണ്, ചോദിക്കുന്നത് എന്റെ ഉടമയോടാണ്. ആ ഉടമയോട് ചോദിക്കുമ്പോൾ അടിമയായ ഞാൻ ചോദിക്കേണ്ട ഒരു ശൈലിയുണ്ട്. എന്റെ ചോദ്യത്തിൽ അദബകേട് വരാൻ പാടില്ല. ദുആയിരക്കുമ്പോൾ ഇരുത്തത്തിൽ അദബകേട് വരാൻ പാടില്ല, പിടുത്തത്തിൽ അദബകേട് വരാൻ പാടില്ല. താഴ്മയോടുകൂടെ ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് മഹാരഥന്മാരായ അയിമ്മത്തുകളെ രേഖപ്പെടുത്തുമ്പോൾ, എന്റെ സഹോദരന്മാരെ, ഇന്ന് പള്ളിയിലെ ഉസ്താദ് ഇങ്ങനെ ദുആയിരക്കും. അപ്പൊ പിന്നെ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ചുമരിനോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കാണ്. അവര് കിവിലൊക്കെ കാലം നീട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും, മടിയിൽ കയ്യും വെച്ച്. വേണമെങ്കിൽ തന്ന റബ്ബേ, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നാ മതി, എനിക്കത്ര വലിയ നിർബന്ധമൊന്നുമില്ല. സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു ചുക്കും വരാനില്ല എന്ന ഇരുത്തം ഇരുന്നിട്ട് നമ്മൾ ദുആയിരന്നാൽ ആ ദുആക്ക് അല്ലാഹു ഉത്തരം തരൂല. അല്ലാഹു നമുക്ക് ദുആക്ക് ഇജാബത്ത് തരട്ടെ. അല്ലാഹു ദുആക്ക് ഇജാബത്ത് തരട്ടെ. അപ്പൊ ഒരു നിബന്ധനയാണ് താഴ്മ. രണ്ടാമത് ബഹുമാനപ്പെട്ട അബൂ ഹാമിദിൻ അൽ ഗസാലി തങ്ങൾ പറഞ്ഞാൽ ഖൗഫ്,
ചോദിക്കും വലിയ പേടി വേണം. പേടിയോടുകൂടെ ചോദിക്കണം. അള്ളാനോടാ ചോദിക്കുന്നത്. എന്റെ വാക്കുകൾ പാളിപ്പോകാൻ പാടില്ല. എന്റെ ചോദ്യം പിഴവ് സംഭവിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് ദുആയിരക്കുമ്പോൾ പേടിയോടുകൂടെ ചോദിക്കണം. മൂന്നാമത്തെ നിബന്ധന മഹാന്മാരായ അയിമ്മത്തുകളെ രേഖപ്പെടുത്തുകയാണ്. കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണം. എന്റെ റബ്ബെന്നെ കൈവിടൂലല്ലോ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് ആശ മുറിയരുതെന്ന് പരിശുദ്ധ ഖുർആൻ. ഓ എന്റെ സഹോദരന്മാരെ, ആയതുപോലെ അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആലിമീങ്ങൾ വീണ്ടും പറയട്ടെ, നാലാമത്തെ നിബന്ധന വഅദമുൽ ഇസ്തിഅജാലി ബിൽ ഇജാബ. പെട്ടെന്ന് ഉത്തരം കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഇന്ന് രാത്രി ചോദിച്ചാൽ നാളെ തന്നെ മറുപടി. വഅദമുൽ ഇസ്തിഅജാലി ബിൽ ഇജാബ. എന്തപ്പത് കിട്ടാത്തെ? എന്തപ്പത് തിരിഞ്ഞോക്കാത്തെ? ഞാൻ ഇന്നലെ കുറേ ദ്വാരുന്നല്ലോ. പാതിരാത്രി മുഴുവനും ഞാൻ കരഞ്ഞല്ലോ. എന്തിപ്പോ രാവിലെ ആയി, സമയായി, സാധനം കിട്ടിയില്ലല്ലോ. പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്നുള്ള ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. എനിക്ക് ആവശ്യമുള്ളത് എന്റെ റബ്ബ് എനിക്ക് തന്നോളും. അല്ലാഹു നമുക്കൊക്കെ സലാമത്ത് തരട്ടെ. അല്ലാഹു സലാമത്ത് തരട്ടെ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആലോചിച്ചോ കാണി, ഞാനും നിങ്ങളൊക്കെ അല്ലേ വലിയ കോടീശ്വരന്മാര്. നമ്മളൊക്കെ വലിയ കോടീശ്വരന്മാരാ, വലിയ കോടീശ്വരന്മാർ. നമ്മളാ കോവിഡിന്റെ നേരത്ത് ഓക്സിജൻ കിട്ടാതെ ഇങ്ങനെ പെടിക്കുന്ന സമയത്ത് ഒരു സാധനം വെച്ചിനല്ലോ. അവസ്ഥ ഓക്സിജൻ കിട്ടാൻ വേണ്ടിട്ടൊരു സാധനം എന്താണ്? ഓക്സിജൻ കിട്ടുന്ന സിലിണ്ടർ പറയില്ല ഇവിടെ. ആ ഓക്സിജൻ സിലിണ്ടർ എത്ര എവിടെയാണ്? പൈസ എത്ര? ഇങ്ങളെന്തങ്ങനെ ഒരു ഉസാറിലായിരിക്കും. എത്രയാണ് ഒരു കുറ്റിക്ക്? ഒരു 2000 രൂപ വേണ്ടി വരും അല്ലേ? ഉണ്ടല്ലേ? 1000 രൂപയ്ക്ക് മറ്റേ കുറ്റി, ഗ്യാസും കുറ്റി. അതുകൂടെ ചർച്ച. നമ്മള് ഓക്സിജൻ കുറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ആ ഓക്സിജന് 2000 രൂപ എടുത്ത് നമ്മൾ വാങ്ങിയാൽ ഉപയോഗിക്കണ എത്രയാ? അത് കുറഞ്ഞ സമയം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് സാധനം കാലിയാവും. ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊല്ലം 3-4 ആയില്ലേ. നമ്മളിപ്പോ സിലിണ്ടർ വാങ്ങണില്ലല്ലോ. ശ്വാസം ഇങ്ങനെ വിടുന്നുണ്ടല്ലോ. വരുന്നതിനനുസരിച്ച് പോണീനനുസരിച്ച് ഇതാ പോണ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഈ ശ്വാസൊക്കെ അതൊക്കെ ഓക്സിജൻ സിലിണ്ടറിൽ ആക്കിയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുകയാണ്. ഞാനും നിങ്ങളൊക്കെ ആരാ ഇത് വിൽക്കാൻ പറ്റാത്തോണ്ടല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന വലിയ നിഅമത്താണത്. ശ്വാസം കിട്ടാതെ പെടയുന്ന ഒരവസ്ഥ. കോവിഡ് കാലങ്ങളിൽ മനുഷ്യന്മാര് പെടയുന്ന ഓരോ രംഗങ്ങൾ കാണുമ്പോ ഓ എന്റെ മുഅ്മിനീങ്ങളെ, മേലായ റബ്ബ് തആല തന്ന ഏറ്റവും വലിയ നിഅമത്ത് ആരോഗ്യം. അല്ലാഹു നിലനിർത്തി തരട്ടെ. ഞമ്മക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. നല്ല സമ്പന്നരായ ആചാര. എന്താണ് ആചാര? ബിസിനസിന്റെ മട്ടക്ക അങ്ങനെ പോണ്. ഒരു അൽഹംദുലില്ലാ മനസ്സറിഞ്ഞു പറയാൻ നമ്മള് പിഷ്കന്മാരാ. ഒരു അൽഹംദുലില്ലാ നമ്മൾ പറയൂല. ഞാൻ നമ്മളെ സുഹൃത്തിനെ വിളിച്ച് കോവിഡ് സമയത്താ വിളിച്ചത്. അപ്പൊ അയാളെ വിളിച്ചപ്പോ മോനെ എങ്ങനെയുണ്ട്? റാഹത്തന്നെയല്ലേ? കബീർക്കാന്ന് അയാളെ പേര്. അതിൽ അയാള് പറഞ്ഞു, ഉസ്താദേ അൽഹംദുലില്ലാ. അപ്പൊ ഞാനും മനസ്സിലാക്കി എന്റെ ഇപ്പൊ വയതിന് വന്ന അയാള് നന്നായി. കാരണം എന്തേ? ആ ചോദ്യത്തിന്റെ ഉടനെ തന്നെ അൽഹംദുലില്ലാ പറയില്ലേ? അപ്പൊ എന്നിട്ട് പിന്നെ അടുത്ത വാക്ക് അയാൾ പറഞ്ഞു, ഉസ്താദേ അതൊരു ഓളത്തിൽ പറഞ്ഞാട്ടോ, വലിയ സുഖമൊന്നുമില്ല. അതങ്ങ് പറഞ്ഞു പോയതാ. നമ്മള് പറയില്ല അൽഹംദുലില്ലാ. നമ്മൾ പറയില്ല അൽഹംദുലില്ലാ പറയില്ല. ആ തിരക്കേടില്ല, അങ്ങനെ പോണ്.
മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഏത് വിഷമം വന്നാലും യജമാനനായ റബ്ബ് തആല മുസീബത്ത് നൽകിയാലും മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നിഅമത്താണ്. നിങ്ങൾക്കറിയോ അക്ബർ ചക്രവർത്തി ദീനി ഇലാഹി എന്ന് പറഞ്ഞ പുതിയ മതം സ്ഥാപിച്ച രാജാവാണ് അക്ബർ ചക്രവർത്തി. ആ അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത മന്ത്രിയായ ബീർബലും കൂടെ ഒരു കാട്ടിലേക്ക് വേട്ടയാടാൻ പോയി. അപ്പൊ അങ്ങനെ പോണടിയില് വേട്ടയാടാൻ പോയ അക്ബർ ചക്രവർത്തിയുടെ കൈക്കൊരു മുറി വെച്ച് അപ്പൊ ചോരയൊക്കെ വന്നു. അപ്പൊ ബഹുമാനപ്പെട്ട ബീർബർ മന്ത്രി പറഞ്ഞു ഇതൊന്നും വിഷയാക്കണ്ട. മുഅ്മിനായ മനുഷ്യന് ഒരു മുസീബത്ത് വന്നാല് അതിന്റെ പിന്നിലൊരു നിയമത്തും കൂടെ ഉണ്ടാവും. ബെരല് മുറിഞ്ഞതല്ലേ, ചോര വന്നതല്ലേ. ബീർബല് പറഞ്ഞതൊന്നും ഒരു വിഷയാക്കണ്ട, കുറച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു നിയമത്ത് വേറെ ഉണ്ടാവും. അക്ബർ ചക്രവർത്തിക്കല്ലേ വരുത്തായത്. ഇയാള് ബീർബലിനെ പിടിച്ചു കൊണ്ട് ഒറ്റത്തള്ള കിണറിൽ പോയി വീണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാണ്ടല്ലേ, കിണർ നീ കുറ്റി കാണിച്ചിട്ടൊന്നും വേണ്ടല്ലോ, കിണറ്റിക്ക് തള്ളിട്ട് ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് നിയമത്ത് ഉണ്ടാവില്ല, അവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ അക്ബർ ചക്രവർത്തി കുറെ പോയപ്പോ കാട്ടുവാസികളായ കുറച്ച് ആൾക്കാര് അക്ബർ ചക്രവർത്തിനെ വളഞ്ഞിട്ട് അവരുടെ മൂപ്പന്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ സംഭവം എന്താണ്? ഓൽക്ക് വനദേവതക്ക് ഇന്നൊരു മനുഷ്യന്റെ ചോര കൊടുക്കണം, ഒരു മനുഷ്യന്റെ ചോര കൊടുക്കണം. അപ്പൊ അക്ബറിനെ കിട്ടിയ സന്തോഷാണ് അവർക്ക്. അക്ബർ ചക്രവർത്തിനെ കൊണ്ടുപോയി വനദേവതക്ക് സമർപ്പിക്കുമ്പോ മൂപ്പം വന്ന് പരിശോധിച്ച് അപ്പൊ പറഞ്ഞ പരിക്കുണ്ട്, കൈക്ക് മുറിയുണ്ട്. അയ്ബുള്ളത് ഒളുഹിയത്തിന് പറ്റൂല എന്ന് പറഞ്ഞ മാതിരി വനദേവതക്ക് മുറിയുള്ളതൊന്നും പറ്റൂല, മുറിയില്ലാത്ത കേടുപാടില്ലാത്ത ആളെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അക്ബർ ചക്രവർത്തിനെ തിരിച്ചയച്ചു. അപ്പൊ അക്ബർ ചക്രവർത്തി കാര്യം ബോധ്യപ്പെട്ടു. ആ മുറി പറ്റിയത് വേദനയാണെങ്കിൽ പിന്നെ വലിയൊരു നിയമത്ത് കിട്ടിയാലോ. ഇത് എന്നോട് പറഞ്ഞ എന്റെ ബീർബലിനെ ഞാൻ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, അയാളെ പോയി രക്ഷപ്പെടുത്തണം എന്നുള്ളതൊക്കെ കിണറിന്റെ അടുക്കൽ പോയി ബീർബലിന് ഒരു വള്ളിയിട്ട് ഇയാളെ രക്ഷപ്പെടുത്തി. ബീർബൽ മുകളിലേക്ക് കയറിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷായി, ഇങ്ങളെ വനദേവത കഴിച്ചിലാക്കി, വനദേവതക്ക് നിങ്ങളെ കൊടുത്തില്ല. ഞാനെങ്ങാനും നിങ്ങളെ കൂടെ വരികയാണെങ്കിൽ, നിങ്ങളെങ്ങാനും എന്നെ കിണറ്റിലേക്ക് വലിച്ചിട്ടില്ലെങ്കിൽ എന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല, എന്റെ ശരീരത്തിന് ഒരു പ്രശ്നമില്ല, എന്നെ വനദേവതക്ക് വേണ്ടി സമർപ്പിക്കുമായിരുന്നു. അല്ലാഹു തആല കിണറ്റിലേക്ക് വലിച്ചെറിയാൻ നിങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചു. എനിക്കൊരു ചെറിയ അപകടം പറ്റി, എന്നാലും വലിയൊരു അപകടത്തിൽ നിന്ന് അല്ലാഹു തആല എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു ചെറിയ മുള്ള് തട്ടിയാൽ ചെറിയൊരു വിഷമം വരും, അത് ഖൈർ, എല്ലാ മുഅ്മിനീങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ നോക്ക്, വഖഫ് ബോർഡിന്റെ ബില്ല് ഞമ്മക്ക് തലകുത്തനെയായി പാസ്സാക്കിയപ്പോ സുന്നി മക്കൾ ഒരുമിച്ച് കൂടണ ആ ഒരു വലിയ പ്രതിഷേധം കണ്ട് സന്തോഷിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ലേ. ഇനി മെയ് 4-ാം തീയതി കേരളത്തിലെ ബഹുമാനപ്പെട്ട സുൽത്താനുലമ ഉസ്താദിന്റെയും സയ്യിദുലുലമ തങ്ങളവറുകളുടെയും മൗലാന നജീബ് ഉസ്താദിന്റെയും ദക്ഷിണ കേരള ജമിയത്തുലുലമയുടെയും 4 വിഭാഗം സുന്നികൾ മാത്രം ഒരുമിച്ച് കൂടി ഒരു വഹാബിയെയും അടുപ്പിക്കുന്നില്ല, ഒരു ജമാഅത്തുകാരനും വേണ്ട, ഒരു കുരുട്ട് ബുദ്ധിക്കാരനും വേണ്ട. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെ വെട്ടിമുറിച്ച് സ്വന്തം പാർട്ടി വളർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും വേണ്ട. സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ നേതൃത്വം നൽകുന്ന 4 സംഘടനയുടെ നേതാക്കളും ഒരുമിച്ച് കൂട്ടുന്ന ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമ്മേളനം, പ്രതിഷേധ റാലി അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ.
നമുക്ക് കാണാൻ അള്ളാഹു തആല ഒരു അവസരം തരികയാണ്. ബില്ല് പാസ്സായിക്കണമെങ്കിലും ഹൈക്കോടതി നമുക്ക് അതിന് അനുകൂലമായി വിധി വന്നിട്ടുണ്ട്. അള്ളാഹു വിധിച്ചു തരട്ടെ, അള്ളാഹു നമുക്ക് നല്ല അനുകൂലാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ചിലത് നമ്മൾ കേൾക്കുമ്പോൾ ബേജാറാവും, പക്ഷെ അതിന്റെ പിന്നിൽ വലിയ നിഅമത്തുകൾ ഉണ്ടാകും. മഹാനായ ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ പറയുന്നു, നിനക്ക് ഉത്തരം കിട്ടണോ വഅദമുൽ ഇസ്തിഅജാലി ബിൽ ഇജാബ, പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്നുള്ള ധാരണയുണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ടവരെ വിശദീകരിക്കുന്ന അഞ്ചാമത്തത് വഅല്ലാ യഖുസ്സ നഫ്സഹു, നിന്റെ ദുആ നിനക്ക് വേണ്ടി മാത്രമാകരുത്, നിനക്ക് വേണ്ടി മാത്രമുള്ള ദുആ ആകരുത്, നിന്റെ കുടുംബത്തിന് മാത്രമുള്ള ദുആ ആകരുത്. ക്യാൻസർ രോഗം ബാധിച്ച റബ്ബിനോട് ദുആ ഇരക്കുന്നവൻ എന്റെ രോഗം മാറണേ എന്ന് ദുആ ഇരക്കുന്നതിന് പകരം ഈ ലോകത്ത് ഏതെല്ലാം മനുഷ്യർ ഏതെല്ലാം വേദനിക്കുന്ന രോഗികളുണ്ടോ എല്ലാവരുടെ രോഗവും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സ്വന്തം ശരീരത്തിനും സ്വന്തം വ്യക്തിത്വത്തിനും സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ദുആയിരക്കത് അതിന് ഉത്തരം കിട്ടൂല. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പരിശുദ്ധ നിസ്കാരത്തിൽ പരിശുദ്ധ ഫാത്തിഹയിൽ നമ്മളോട് ദുആയിരക്കാൻ പറഞ്ഞതും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങൾക്ക് ഹിദായത്ത് കൊണ്ട് അല്ലാഹ്. ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, കൂട്ടമായിട്ടിരുന്ന് ദുആയിരക്കുക, മൊത്തം ആളുകൾക്ക് വേണ്ടി ദുആയിരക്കുക. ഒരാൾ ദുആയിരക്കുമ്പോ മറ്റുള്ളവർ ആമീൻ പറയുക എന്നത് ആരംഭ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത് മഹാന്മാരായ സ്വഹാബികളെ കണ്ടവരാണ്. താബിഈങ്ങളിലേക്ക് അത് കൈമാറിയതാണ്. അതാണ് ഇന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളികളിൽ നിന്ന് ഓരോ നിസ്കാരം കഴിഞ്ഞാൽ അവിടത്തെ ഇമാമ് ദുആയിരക്കും അല്ലാഹുമ്മ ഇന്നാ നസ്അലുക, അല്ലാഹുവേ ഞങ്ങൾ ദുആയിരക്കുന്നു, ഞങ്ങൾ ചോദിക്കുന്നു. പിന്നിലുള്ള മുഅ്മിനീങ്ങൾ ആമീൻ എന്ന് പറയുമ്പോ അവിടെയുമുണ്ട് വഅല്ലാ യഖുസ്സ നഫ്സഹു, ദുആ കൊണ്ട് സ്വന്തത്തിന് വേണ്ടി മാത്രം ദുആയിരക്കാതിരിക്കുക. അവസാനം മഹാനവരുകൾ പറയാണ് വഅല്ലാ യുഖാലിത്തൽ ഹറാമ ഫിത്ത്വാമി വസ്സൗബി വമകാനി ദുആ, ദുആയിരക്കുന്നവനോ ദുആയിരക്കുന്നവൻ ധരിച്ച വസ്ത്രമോ ദുആയിരക്കുന്ന ഇടമോ അവൻ കഴിച്ച ഭക്ഷണമോ കുടിച്ച വെള്ളമോ ഇതൊന്നും ഹറാമിനോട് കൂടിക്കലരാൻ പാടില്ല. ഓ എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഏത് മേഖലകളിലും പലിശകൾ വന്നുപോയി. പലിശയില്ലാത്ത ഒരു ഇടപാടും ഇപ്പോ നടക്കുന്നില്ല. ആരായാലും ബാങ്ക് മുഖാന്തരമല്ലാതെ ഇടപാട് നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോ നമ്മുടെ ചില ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കാതെ വരും, വിശദീകരിക്കുന്നില്ല. അവസാനം മഹാന്മാരായ അയിമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ്, ഓ എന്റെ മുഅ്മിനെ ഫൽയൽസം ഹുദൂറുൽ ഖൽബി വഹുസ്നുൽ ളന്നി ബില്ലാഹ്, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നിങ്ങൾ റബ്ബിനോട് ചോദിക്കണം കേട്ടോ. അള്ളാഹിനെ കുറിച്ച് നല്ല ധാരണയോടുകൂടെ ചോദിക്കണം കേട്ടോ. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ചോദിക്കണം കേട്ടോ. കാരണം അങ്ങനെ ദുആയിരന്നാൽ അള്ളാഹു ഇജാബത്ത് കൊടുക്കും. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹിക്കി തങ്ങൾ അവിടുത്തെ റൂൽ ബയാനിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു പറ്റം ആളുകൾ സുബ്ഹാനല്ലാഹ് കഅബാലയത്തിന് ഹജ്ജിന് പോകുന്നു. കഅബാലയത്തിൽ അവർ ഹജ്ജിന് പോയി. ഒരുപാട് മുഅ്മിനീങ്ങൾ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് അവർ ഹജ്ജിന് പോയതാണ്. സുബ്ഹാനല്ലാഹ്, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വദാഇന്റെ തവാഫ് ചെയ്യണല്ലോ. മക്കയോട് യാത്ര പറയുന്ന അവസാനത്തെ തവാഫ്. ആ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അന്നത്തെ ഹജ്ജാജിമാരുടെ കൂടെ പോയവരെ കൂട്ടത്തില് തീരെ ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനും കൂടെ ഉണ്ടായിരുന്നു. അയാൾക്ക് അന്തല്ല.
അന്തല്ല, ബുദ്ധി കുറവ്, ചെറിയൊരു കമ്മി. ആ കമ്മിയുള്ള ആള് ഹജ്ജിന് പോയിട്ടുണ്ട്. ഇയാള് തവാഫ് ചെയ്ത് വദാഇന്റെ തവാഫ് ചെയ്ത് തിരിച്ചു വരുമ്പോ കൂടെയുള്ള ഒരാൾ ചോദിച്ചു, അല്ല എന്റെ ഹജ്ജ് കഴിഞ്ഞു? ഓ ഹജ്ജ് കഴിഞ്ഞു. പോകാനുള്ള പരിപാടിയാ. എന്നിട്ട് നിനക്ക് നരകമോചനത്തിന്റെ കത്ത് അല്ലാഹു തആല തന്നോ? ഇയാളെ കളിയാക്കിയതാണ്. നരകമോചനത്തിന്റെ കത്ത് അല്ലാഹു തആല നിനക്ക് ഒപ്പിട്ട് തന്നോ? ഇയാളിത് കേട്ടിട്ട് ആകെ അത്ഭുതപ്പെട്ടു. അങ്ങനുണ്ടോ? അല്ലഹത്ത മിനല്ലാഹി ബറാഅതക മിനന്നാർ. നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടുന്ന മോചനപത്രം നീ അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ചുവോ? അപ്പൊ ഇയാൾ അത്ഭുതത്തോടു കൂടെ ചോദിച്ചില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഈ കണ്ട മനുഷ്യന്മാർക്കൊക്കെ കിട്ടിയോ? അത് ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോൾ അല്ലാഹു തആല നരകമോചന പത്രം ഇവർക്കൊക്കെ കിട്ടിയോ? ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ടില്ല. നല്ലോണം ചോദിച്ചോ. ഇയാള് വിവരമില്ലാത്ത മനുഷ്യനല്ലേ, ബുദ്ധി കുറവുള്ള ആളല്ലേ. സുബ്ഹാനല്ലാഹ്. വന്നാളുകൾക്കൊക്കെ നരകമോചന പത്രം കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ. ഇയാള് പൊട്ടിക്കരയാൻ തുടങ്ങി. ഹിജ്റ ഇസ്മായിലിലേക്ക് കയറി ചെന്നു. വതഅല്ലക ബി അസ്താരിൽ കഅബ. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് വജഅല യബ്കി വയത്ലുബു മിനല്ലാഹി അൻ യുഅതിയഹു കിതാബഹു ബിഇത്ഖിഹി മിനന്നാർ. അല്ലാഹുവേ, ഇവർക്കെല്ലാം നീ നരകമോചനത്തിന്റെ പത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പത്രം കിട്ടിയില്ലല്ലോ, എനിക്കത് കൊണ്ടറബേ എന്ന് പറഞ്ഞ് കഅബയിലേക്ക് ചേർന്ന് നിന്ന് ഇയാള് കരഞ്ഞ് ഉറക്ക കരഞ്ഞു ദുആയിരക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കൂടെ യാത്ര പോയി ഹജ്ജിന് പോയ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയാളടുക്കൽ സുബ്ഹാനല്ലാഹ് ജനങ്ങളൊക്കെ പറഞ്ഞു, നീ എന്ത് മനുഷ്യനാണ്, അയാള് നിന്നെ കളിയാക്കാൻ പറഞ്ഞതാണ്. ഇവിടെ അങ്ങനെ ഒരാൾക്കും ഒരു മോചന പത്രവും കിട്ടിയിട്ടില്ലല്ലോ. നിന്നെ കളിയാക്കിയതാണ് മോനെ, നീ അതില് വഞ്ചിക്കപ്പെട്ടവനാണ്. അത് വിശ്വസിച്ച് നീ കരയുകയാണോ? എത്ര പറഞ്ഞിട്ടും ബുദ്ധി കുറവുള്ള മനുഷ്യന് ഇവര് പറയുന്നതിനും വില കൊടുക്കുന്നില്ല, ചെവി കൊടുക്കുന്നില്ല. ബൽ ബഖിയ മുസ്തഖിറൻ അലാ അലിഹി. സുബ്ഹാനല്ലാഹ്. ഇയാൾ ഈ കരച്ചില് തന്നെയാണ് മോചനപത്രം കൊണ്ട് അല്ലാഹ് നരകമോചന പത്രം കൊണ്ട് റബ്ബേ എന്നിങ്ങനെ ദുആയിരക്കുമ്പോൾ ഇത് സഖത്തത്ത് അലൈഹി വറഖത്തുൻ മിൻ ജിഹത്തിൽ മീസാബ്. കഅബാലയത്തിന്റെ സ്വർണ്ണപ്പാത്തിയുടെ ഭാഗത്തിൽ സുബ്ഹാനല്ലാഹ് ഒരു പ്രത്യേക കടലാസ് ഇയാളെ മടിയിലേക്ക് വീഴുകയാണ്. ഫിഹാ മക്തൂബുൻ അന്നഹു ആതികും മിനന്നാർ. ഓ മനുഷ്യ, നീ നരകത്തിൽ നിന്ന് മോചിതനാണ്, നിന്നെ അല്ലാഹ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് തുടങ്ങുന്നൊരു എഴുത്തെഴുതിയ ഒരു കടലാസ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ സ്വർണ്ണപ്പാത്തിയുടെ മുകളിൽ നിന്ന് ഈ പാവപ്പെട്ട ബുദ്ധിയില്ലാത്ത മനുഷ്യന്റെ മടിയിലേക്ക് ചെല്ലുമ്പോ ഇത് കണ്ട് ഇയാള് സന്തോഷിക്കുകയാണ്. ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി വായിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് അങ്ങ് ഉത്തരം കൊടുത്തു പോയി. എന്തേ കാരണം? ഫൽയൽസം ഹുദൂറുൽ ഖൽബി ഇൻദ ദുആ. ഏത് സങ്കടം പറയുമ്പോഴും ഹൃദയ സാന്നിധ്യത്തോടുകൂടെ പറയണോ, അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണയോടുകൂടെ പറയണോ. മേലായ റബ്ബേ, ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. അതേ എന്റെ
മുഅ്മിനീങ്ങളെ, മനസ്സ് വേറെ എവിടെയാണ്. നമ്മളെ ഉള്ളാളെ മഖാമിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ അവിടെ ദുആ ഇരക്കുമ്പോ, അവിടെ ഏതെങ്കിലും ഒരു ഉസ്താദ് ദുആക്ക് നേതൃത്വം നൽകുമ്പോ, അവിടെ സിയാറത്തിന് കൂട്ടമായി സിയാറത്തിന് വന്നവരാണ്. എന്നാലും നമ്മുടെ ചിന്ത അവിടെ സിയാറത്ത് നടക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ് മഖ്ബറക്കുള്ളിലുള്ള ഓരോ കൊത്തുപണികൾ നോക്കി അത് രസം കാണലല്ലേ, അവിടത്തെ കൊടിയുടെ കളറ് കണ്ട് ആസ്വദിക്കലല്ലേ. അല്ലാഹുവേ, ഇവിടെ ഒരാള് സുജൂദ് ചെയ്യുന്നു, വേറെ ഒരാളടാ തലവെക്കുന്നു. എന്തെങ്ങനെ അവിടെ മസാലയും അവിടുത്തെ ഓരോ ആളുകളെ ദുആഇന്റെ അൽഫാലുകള് ആ ഇബാറത്തിന്റെ ഖത്ത് തെരഞ്ഞു പിടിക്കുന്ന തിരക്കിലാണ്. ദുആ ഇരക്കുമ്പോൾ ആമീൻ പറയുമ്പോ നമ്മളെ സാന്നിധ്യം ബഹുമാനപ്പെട്ട മദനി തങ്ങളെ മുമ്പില് ഞാൻ ചോദിക്കുന്നത് യജമാനനായ റബ്ബിനോട്, എന്റെ റബ്ബെല്ലാം കാണുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. നിങ്ങളെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്ന റബ്ബാണ്. നിങ്ങളെ മനസ്സിനകത്ത് ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങൾ അറിയുന്ന റബ്ബാണ്. ഉംറക്ക് കൊണ്ടുപോകുമ്പോൾ ഇന്ന് നിയ്യത്ത് എന്താണ്? സിയാറത്ത് യാത്ര പോകുമ്പോൾ ഇന്റെ ഉദ്ദേശം എന്താണ്? ഇതൊക്കെ ഒരു സാമ്പത്തികമായ അതേ വരുമാന മാർഗമായിട്ടാണോ മഖാമുകളിലേക്ക് ചെല്ലുന്നതെങ്കിൽ അല്ലാഹു തആല നിന്റെ സിയാറത്ത് കബൂലാക്കൂല, നമ്മുടെ ദുആ റബ്ബ് സ്വീകരിക്കൂല. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസ നബി അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്, റബ്ബിനോട് താണുകയാണ് പറയുന്നുണ്ട്, നെഞ്ഞുപൊട്ടിയിട്ട് റബ്ബിനോട് സങ്കടം പറയുന്നുണ്ട്. എത്ര ദുആയിരുന്നിട്ടും അല്ലാഹു അയാൾക്ക് ഉത്തരം കൊടുക്കാതെ കാണുമ്പോ മൂസ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നുപോയി. ലൗ കാനത ഹാജതുഹു ബിയദി ലഖലൈതുഹാ. അയാൾക്ക് കിട്ടേണ്ട ആവശ്യം എന്റെ കൈവശമുണ്ടെങ്കിൽ ഞാനത് കൊടുക്കുമായിരുന്നു. അക്കോലത്തിലല്ലേ അയാളുടെ കരച്ചില്, അക്കോലത്തിലല്ലേ അയാളുടെ പ്രാർത്ഥന. ലൗ കാനത ഹാജതുഹു ബിയദി ലഖലൈതുഹാ. അദ്ദേഹത്തിന്റെ ആവശ്യം കിട്ടാനുള്ള കഴിവോ കൊടുക്കാനുള്ള വല്ലതോ എന്റെ കൈവശമുണ്ടെങ്കിൽ ഞാനത് കൊടുക്കുമായിരുന്നല്ലോ എന്ന് ബഹുമാനപ്പെട്ട മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ലോലമായ മനസ്സിനകത്ത് ലോലമായ ചിന്ത കാണുമ്പോ ഉടനെ തന്നെ ഫഔഹല്ലാഹു ഇലൈഹി, മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയാണ്, ഓ എന്റെ മൂസ നബിയേ, അന അർഹമു ബിഹി മിൻകാ. അയാളോട് എന്നേക്കാൾ കൂടുതൽ കരുണങ്ങൾക്കാണെന്ന് തോന്നിപ്പോകണ്ട കേട്ടോ. നിങ്ങളെക്കാൾ വലിയ കാരുണ്യവാന് ഞാനാണ്, എന്നേക്കാൾ വലിയ കാരുണ്യവാനൊന്നും ഒരാളും ആകണ്ട. അന അർഹമു ബിഹി മിൻകാ. അദ്ദേഹത്തോട് കൂടുതൽ കരുണ എനിക്കാണുള്ളത്. പക്ഷേ അയാൾക്ക് ഞാൻ ഉത്തരം കൊടുക്കാതിരിക്കാൻ കാരണമുണ്ട്. വലാകിന്നഹു യദൂനി. അയാൾ ദുആ ഇരക്കുന്നതൊക്കെ എന്നോടാണ്, പക്ഷേ വലഹു വനമു വഖൽബുഹു ഫി വനമി. അയാൾ വലിയ ആട് ബിസിനസ്സുകാരനാണ്. ആ ആടിലേക്കാണ് ഇയാളെ ചിന്തയുള്ളത്. ആടിനെ ചെന്നായ പിടിച്ചോ, ആടുകൾ വഴിതെറ്റിപ്പോയോ, ആടുകൾക്ക് ഭക്ഷണം കിട്ടുമോ, ആടുകൾക്ക് വെള്ളം കിട്ടിയോ. ഞാൻ ദുആ ഇരക്കുമ്പോൾ, അദ്ദേഹം ദുആ ഇരക്കുമ്പോൾ അയാളെ മനസ്സ് ആടിന്റെ പിന്നാലെയാണ്. അതുകൊണ്ട് വഅനല അഖ്ബലു ദഅവത അബ്ദിൻ ഖൽബുഹു ഇൻദ ഗൈരി. ഞാനല്ലാത്തവന്റെ അടുക്കൽ ഹൃദയം പണയം വെച്ച് വന്ന ആളുകൾ എന്നോട് ദുആ ഇരന്നാൽ ഞാൻ അതിന് ഉത്തരം തരൂല, ഉത്തരം കൊടുക്കൂല, ദുആ ഞാൻ സ്വീകരിക്കൂല എന്ന് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം
അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുകയാണ്. മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഓ എന്റെ മുഅ്മിനീങ്ങളെ, അവസാനമായി ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ്, നിന്റെ ദുആക്ക് ഉത്തരം കിട്ടണോ? ഇതും കൂടെ പറഞ്ഞ് നമുക്ക് പ്രഭാഷണം അവസാനിപ്പിക്കണം. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അശ്ശഫാഅത ഹബ്ലനാ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി. നിന്റെ ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അവസാനമായി, ഓ എന്റെ ഉമ്മമാരെ, വഅല്ലാ യകൂന അലൈഹി ലഅനത്തുൽ ഗൈരി ബിസബബി അദമി അദായി ഹഖിഹി. വേറെ ഒരാളെ ഹക്ക് വിട്ടാത്തതിന്റെ പേരിൽ അല്ലാഹു അല്ലാത്ത അടിമകളോട് ഇടപഴക്കിയപ്പോ അവരോടുള്ള ഇടപഴക്കത്തിന്റെ ഇടയിൽ ഹക്കടപാടുകളെ വിട്ടാത്തതിന്റെ പേരിൽ മറ്റുള്ളവരുടെ ശാപന്നിന്റെ പിന്നാലെയുള്ളയാൽ പൊരുത്തക്കേട് വാങ്ങിയിട്ടാണോ ദുആ ഇറക്കുന്നത്? കടമകൾ വീട്ടപ്പെടേണ്ടവർക്ക് കടമ കൊടുത്തോളണം. നിനക്കൊരൊറ്റ അക്ഷരം പഠിപ്പിച്ചു തന്നൊരു ടീച്ചറാണ്, നിന്നെ പഠിപ്പിച്ചു വലുതാക്കിയത് ഒരു അമുസ്ലിമായ ടീച്ചറാണ്. സുബ്ഹാനല്ലാഹ്, ഏത് വിദ്യാഭ്യാസമായാലും നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ അവരെ നമ്മളെ ബഹുമാനത്തോടുകൂടെ അവരെ ആദരിച്ചുകൊണ്ട് ഇടപഴകാൻ പാടുള്ളൂ. അവരുടെ പൊരുത്തക്കേട് നിനക്കുണ്ടെങ്കിൽ അവിടെ മതം നോട്ടമില്ല. മറ്റൊരുത്തന്റെ പൊരുത്തക്കേട് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ദുആ അല്ലാഹ് കബൂലാക്കൂല. ഈ പഠിപ്പിച്ച ഉസ്താദുമാരെ കാര്യം പിന്നെ പറയണോ? ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ഇൽമു പഠിച്ചവൻ പിന്നെ ഈ റഈസുൽ ഉലമ ഉസ്താദിനെ കൊച്ചാക്കുന്നത് കാണുമ്പോൾ നിന്റെ ദുആക്ക് അല്ലാഹ് ഇജാബത്ത് കൊടുക്കുമോ? സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ മർക്കസിൽ നിന്ന് 2-3 കൊല്ലം ഓതി പഠിച്ച് അവിടെയുള്ള ഭക്ഷണവും കഴിച്ച് അവിടെയുള്ള കരനും ചെലവാക്കി എല്ലാ ഓഫറുകളും അവിടെ കിട്ടുന്ന എല്ലാം സ്വരൂപിച്ച് പഠിച്ച് വലുതായി നീ ആരോ ആയി എന്ന് തോന്നുമ്പോഴേക്ക് നിന്നെ പഠിപ്പിച്ച 2 അക്ഷരം പഠിപ്പിച്ച സുൽത്താനുൽ ഉലമയെ ഒരു സഖാഫി ചീത്ത വിളിച്ചാൽ പിന്നെ ആ സഖാഫിക്ക് പൊരുത്തമെവിടെ? മഹാനായ ശംസുൽ ഉലമ കെ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. സയ്യിദുൽ ഉലമ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഉപ്പാപ്പ, സുബ്ഹാനല്ലാഹ്, ഒരു സയ്യിദല്ലേ, വലിയൊരു ആലിമല്ലേ. എന്നിട്ട് ആ തങ്ങളെ കുറിച്ച് ഒരാൾ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞ് പിന്നെ നിനക്ക് വല്ല സങ്കടവും പറയുമ്പോ വല്ല സങ്കടവും വരുമ്പോൾ യജമാനനായ റബ്ബിനോട് ദുആ ഇരുന്നിട്ട് ഫലം എന്താണ്? വഅല്ലാ യകൂന അലൈഹി ലഅനത്തുൽ ഗൈരി ബിസബബി അദമി അദായി ഹഖിഹി. മറ്റുള്ളവരുടെ ഹക്ക് വീട്ടാത്തതിന്റെ പേരിൽ വേറെ ഒരുത്തന്റെ ശാപം പേറി നടക്കുന്നവനെങ്കിൽ നിന്റെ ദുആഇനും അല്ലാഹ് ഉത്തരം കൊടുക്കൂല. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. അയൽവാസികളോട് ഹക്കുണ്ട് കേട്ടോ. ഓ എന്റെ ചെറുപ്പക്കാരെ, വിനയത്തോടുകൂടെ പറയട്ടെ, പഴയകാല ജീവിതത്തിലെ ചരിത്രങ്ങൾ പറയുമ്പോ, അനുഭവങ്ങൾ പറയുമ്പോ, മുതിർന്ന ആളുകൾ ഉപദേശങ്ങൾ തരുമ്പോ അത് കേവലം തന്തവൈബാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോ നിന്നെ ഉപദേശിക്കുന്ന ഒന്നിരിക്കൽ നിന്റെ നാട്ടിലെ പ്രായം
കൊണ്ട് ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണെങ്കിൽ ആ പ്രായമുള്ള ബഹുമാനിക്കുക എന്നതൊരു കടമയാണ്. ആ കടമ വിട്ടാതെ നമ്മൾ മര്യാദക്കേട് ചെയ്തിട്ട് ദുആ ഇരക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഉത്തരം തരൂല. അങ്ങനെ ഏത് മേഖലയിൽ ആരോടല്ല ഇടപഴകുന്നുള്ളോ ആ ഇടപഴകുന്ന മേഖലകളിലെല്ലാം കാത്തു സൂക്ഷിച്ച് ജീവിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനത്തെ ദായിക്കേ അല്ല ഉത്തരം കൊടുക്കൂ. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. മഹാനായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഞാൻ പറയണോ അവിടുത്തെ ചരിത്രം? ദുൽഹിജ്ജ മാസം, സുബ്ഹാനല്ലാഹ്, ദുൽഹിജ്ജ 8 യൗമു തർവിയത്തിന്റെ അന്നല്ലേ മഹാനവറുകൾ വഫാത്താകുന്നത്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരാണ് ആ മഹാനെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ബൈഅത്തുർ റിദ്വാനിലെ എല്ലാ സ്വഹാബികളെയും കൈക്ക് മുകളിൽ ആരംഭ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കൈവച്ച് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങളെ ഒരു ആവശ്യത്തിന് വേണ്ടി അള്ളാന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ ദിക്കിലേക്ക് പറഞ്ഞയച്ചത് കൊണ്ട് ആ ബൈഅത്തിന്റെ സമയം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ കൈകള് ഇത് ബഹുമാനപ്പെട്ട ഉസ്മാന്റെ പകരമുള്ള കൈയാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ കൈകള് അതേ ഉസ്മാൻ തങ്ങൾക്ക് പകരമായി ഉപയോഗിച്ചവരാണ്. അത്രയും വലിയ മഹാനല്ലയോ? എത്രത്തോളം ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ എൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരീക്ഷിച്ചു. മിൻ അവ്വലിൽ ലൈലി ഇലാ തുലൂഇൽ ഫജ്ർ, അതേ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങിയത് മുതൽ, കിടന്നുറങ്ങുന്ന സമയം മുതൽ സുബഹിന്റെ സമയം വരെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ നിരീക്ഷിച്ചു പോയി. ആ സമയത്ത് മുത്തുനബി തങ്ങളെ ഒരു ദിവസത്തെ ദുആ മുഴുവനും അല്ലാഹുമ്മ ഇന്നി റളീതു അൻ ഉസ്മാൻ, അല്ലാഹുമ്മ ഇന്നി റളീതു അൻ ഉസ്മാൻ ഫർള അൻഹു യാ അല്ലാഹ്. ഓ റബ്ബേ, ഞാൻ എൻ്റെ ഉസ്മാനിന് തൃപ്തിയുള്ളവനാണ്, ഉസ്മാനോട് എനിക്ക് പൊരുത്തമാണ്. അതുകൊണ്ട് റബ്ബേ ആ ഉസ്മാനെ നീയും ഇഷ്ടപ്പെടണേ അല്ലാ എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനിച്ച മഹാനാണ്. എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ അടുത്ത് വിളിച്ചിട്ട് ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഗഫറല്ലാഹു ലക യാ ഉസ്മാൻ, ഓ ഉസ്മാൻ തങ്ങളെ അല്ലാഹു തആല നിങ്ങൾക്ക് പൊറുത്തിട്ടുണ്ട് കേട്ടോ. മാ ഖദ്ദംത വമാ അഖർത വമാ അസ്റർത വമാ അലൻത വമാ ഹുവ ഖായിനുൻ ഇലാ യൗമിൽ ഖിയാമ. നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതോ ഇനി വല്ലതും വരാനുണ്ടെങ്കിൽ അതോ ഖിയാമത്ത് നാൾ വരെ എന്ത് തെറ്റ് നിങ്ങളിൽ നിന്നുണ്ടായാലോ അല്ലാഹ് നിങ്ങൾക്കത് പുറത്തു തന്നിരിക്കുന്നു എന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത നേതാവാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അതേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ബഹുമതികൾ ധാരാളം പറയാനുണ്ട്, വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഒരു ദിവസം ഞങ്ങളെ മുത്തു റസൂലുള്ളാഹി തങ്ങളെ വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട്, കാല് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, തുണിയുടെ ഉള്ളിലൂടെ കാൽമുട്ടിന്റെ കുറച്ച് ഭാഗം റസൂലുള്ളാഹി തങ്ങളെ വസ്ത്രം നീങ്ങി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടുപോയി. ആ കാണുന്ന ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ കയറി വന്നിട്ടുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കയറി വന്നിട്ടുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും കയറി വന്നിട്ടുണ്ട്. അവസാനം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ആ
മജ്‌ലിസിലേക്ക് കയറി വരുമ്പോ ഉടനെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുട്ടുകാലിന്റെ ഭാഗത്ത് ചെറിയ രൂപത്തിൽ കാണുന്ന വസ്ത്രം മാറി നിൽക്കുന്ന സ്ഥലം പെട്ടെന്ന് നബി തങ്ങൾ അത് റെഡിയാക്കുകയാണ്, നേരെ നിൽക്കുകയാണ്. അപ്പോഴാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് ദഖല അലൈക അബൂബക്കറും ഉമർ വഅലിയുൻ, ഇവരൊക്കെ നിങ്ങളുടെ അടുക്കൽ കയറി വന്നിട്ട് ഫലിമലം തൂത്ത്ഹാ, എന്തേ നിങ്ങളതൊന്നും മറക്കാതിരുള്ളത്? പക്ഷേ ഉസ്മാൻ വന്നപ്പോ പെട്ടെന്ന് ചാടിയണീറ്റ് നിങ്ങളത് മറച്ചു കളഞ്ഞല്ലോ, എന്തേ അതിന്റെ കാരണമെന്ന് ചോദിക്കുന്ന സമയോ ആരംഭ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്ന സ്വഹാബത്തിനോട് പറയുകയാണ്, ഓ എന്റെ സ്വഹാബാ, ഇന്നിസ്തഹൈതു മിമ്മൻ ഇസ്തഹൈതു മിൻഹുൽ മലായിക. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഞങ്ങൾക്ക് വല്ലാത്ത ലജ്ജയാണ്, തല താഴ്ത്തിയിട്ടേ ഉസ്മാൻ ഇരിക്കാറുള്ളൂ, തല താഴ്ത്തിയിട്ടേ ഉസ്മാൻ നടക്കാറുള്ളൂ. ഒറ്റക്ക് കുളിക്കുകയാണെങ്കിലോ പൂർണ്ണമായി വസ്ത്രം ധരിച്ചിട്ടല്ലാതെ ഉസ്മാൻ ഞങ്ങൾ കുളിക്കാറില്ല. അത്രയും വലിയ ലജ്ജയുടെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ. അവിടത്തെ ലജ്ജ കണ്ട മലായിക്കത്തുകളോലെ ലജ്ജിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ലജ്ജിക്കാതിരിക്കുന്നതെങ്ങനെ? ഇങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത മഹാനാണ്. ആ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോ അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് തങ്ങളോ രണ്ടുപേരും ഒരു വാക്ക് തർക്കമുണ്ടായി, രണ്ടുപേരും പരസ്പരം ഒരു ചർച്ചയുണ്ടായി. അതിൽ നിന്ന് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ നീച്ചിട്ട് പറഞ്ഞു, ഉസ്മാനെ, നിങ്ങൾ വല്ലാതെ എന്നോട് വർത്തമാനം പറയാനൊന്നും നിൽക്കണ്ട, എന്നേക്കാൾ വലിയ ഉഷാറൊന്നും ആകാൻ പോകണ്ട. രണ്ടുപേരും തർക്കം കൂടുകയാണ്. യാ ഉസ്മാൻ തഖ്റുജു അലയ്യ ഫിൽ കലാമി വഅന അഫ്ളലു മിൻക ബിസലാസ്. മൂന്ന് കാര്യത്തിൽ ഞാൻ നിങ്ങളെക്കാൾ ഉഷാറാണ്, അതുകൊണ്ട് കൂടുതൽ വർത്താനം പറയണ്ടട്ടോ എന്ന സ്വരത്തിൽ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഞങ്ങളോട് പറയുമ്പോൾ ഉസ്മാൻ ഞങ്ങൾ ചോദിച്ചു, മാഹുന്ന, ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? എന്നേക്കാൾ നിങ്ങൾ ഉഷാറാണെന്ന് പറഞ്ഞ മൂന്ന് കാര്യം ഏതാണ്? ഉടനെ തന്നെ അബൂ ഉബൈദ തങ്ങൾ പറഞ്ഞു, ഇന്നി കുന്തു യൗമൽ ബൈഅതി ഹാലിറൻ വഅന്ത ഗായിബൻ. അതേ നേരത്തെ പറഞ്ഞ ബൈഅത്തുർ റിദ്വാനിലെ എല്ലാ സ്വഹാബികളും മുത്തുനബി തങ്ങളെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുമ്പോ ഞാനവിടെ ഉണ്ടായിരുന്നു. അന്ന് ബൈഅത്തിന് നിങ്ങൾ വന്നിട്ടില്ലല്ലോ. അന്നത്തെ ബൈഅത്തിൽ അന്നത്തെ ക്യാബിനറ്റിൽ നിങ്ങൾ വന്നില്ലല്ലോ. ഞങ്ങളന്ന് ക്യാബിനറ്റ് കൂടിയിട്ട് പ്രസിഡന്റിന്റെ കൈക്ക് കൈ കൊടുത്ത് ഞങ്ങളെല്ലാവരും ബൈഅത്ത് ചെയ്തവരാണ്. നിങ്ങളന്ന് ലീവാക്കിയല്ലേ? ആ വിഷയത്തിൽ ഞാനല്ലേ ഉഷാറെന്ന് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പറയാണ്. രണ്ടാമത്തതോ ശഹീദു ബദറൻ വലം തശഹദ്. ഓ ഉസ്മാനെ, നിങ്ങളെ ബദരീങ്ങൾ പെടുന്നുണ്ടെങ്കിലും ബദറിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. ഞാൻ ബദറിൽ പങ്കെടുത്തയാളാണ്, നിങ്ങൾ ബദർ പങ്കെടുക്കാതെ ബദരീങ്ങളായ ആളാണ്. ഇതും ബഹുമാനപ്പെട്ട അബൂ ഉബൈദ തങ്ങളുടെ രണ്ടാമത്തെ വിഷയം. മൂന്നാമത് പറയുന്നു, കുന്തുമിമ്മൻ സബത യൗമ ഉഹദിൻ വലം തസ്ബുത് അൻത. ഉഹദ് രണാങ്കളത്തിൽ നിന്നൊരു പറ്റം സ്വഹാബികൾ ഒളിച്ചോടിയപ്പോ, പേടിച്ചോടിയപ്പോ ഞാൻ പോകാതെ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഉറച്ചു നിന്നയാളാണ്. നിങ്ങൾ സ്ഥലം കാലാക്കിയ ആളല്ലേ, നിങ്ങൾ അവിടുന്ന് അറിയാതെ മുങ്ങിപ്പോയ ആളല്ലേ. ഞാൻ ആ പണിക്ക് പോയിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ മൂന്ന് കാര്യത്തിൽ ഞാൻ നിങ്ങളെക്കാൾ ഉഷാറാണ്. സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അബൂ ഉബൈദയോട് പറയുന്നു, സ്വതക്കത്താ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്.
പക്ഷേ അതിനൊക്കെ ഒരു കാരണമുണ്ട്. അമ്മായൗമുൽ ബൈഅ, നിങ്ങൾ പറഞ്ഞല്ലോ ബൈഅത്തിന്റെ അന്ന് ഞാൻ കൈ കൊടുക്കാൻ വന്നില്ല എന്ന്. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅതനി ഫീ ഹാജ, ഞാൻ മുത്തുനബി തങ്ങൾ പറഞ്ഞയച്ചിട്ട് പോയതാ. അള്ളാന്റെ റസൂല് പറഞ്ഞ സ്ഥലത്തേക്കാ ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ വമദ്ദയദഹു അന്നീ, എനിക്ക് പകരം അവിടെ കൈ നീട്ടിയത് ആരംഭ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ നീട്ടിയിട്ട് പറഞ്ഞു ആദിഹി യദു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കയ്യാണ് കേട്ടോ. വകാനത് യദു ശരീഫതു ഖൈറൻ മിൻ യദി, അതെ എന്റെ കയ്യിനേക്കാൾ പരിശുദ്ധമായ കയ്യ് ഹബീബായ തങ്ങളെ കയ്യല്ലയോ. അതുകൊണ്ട് അബൂ ഉബൈദ, ഞാനാണ് അവിടെ വിജയിച്ചവന്. രണ്ടാമത് പിന്നെ നിങ്ങൾ യൗമു ബദറിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞല്ലോ, അത് വേറൊന്നും കൊണ്ടല്ല. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകളായ റുഖിയ്യക്ക് അസുഖമായപ്പോ ആ രോഗിയായ റുഖിയ്യ ബീവിയെ, എന്റെ ഭാര്യയെ, മുത്തുനബി തങ്ങളെ മകളെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും നിങ്ങളെ മദീനത്ത് നിന്നോ എന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോളെ നോക്കാൻ വേണ്ടി മദീനത്ത് നിന്നതാണ്. വസ്തഖൽതു ബിഖിദ്മതിഹാ, അവർക്ക് വേണ്ടിയാണ് ഞാൻ സമയം ചെലവഴിച്ചത്. ഹത്താ മഹതത് വദഫൻതുഹാ, അവിടുത്തെ മരണം വരെ കഫൻ ചെയ്ത് അവിടുത്തെ പരിശുദ്ധ ശരീരത്തിനെ ദഫൻ ചെയ്യുന്നത് വരെ റുഖിയ്യ ബീവിക്ക് സംരക്ഷകനായി മദീനത്ത് മുത്തുനബി എന്നെ നിർത്തിയതാണ് കേട്ടോ. അതുകൊണ്ടാ ഞാൻ ബദറിൽ വരാതിരുന്നത്, വെറുതെ അങ്ങ് ലീവാക്കിയതല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു ഉഹുദിന്റെ രണാങ്കളത്തിൽ ഞാൻ പിന്തിരിഞ്ഞു പോന്നു. നീ എന്റെ റബ്ബെനിക്കത് പുറത്തു തന്നിട്ടുണ്ട്. റബ്ബ് മാപ്പ് നൽകിയിട്ടുണ്ട്. എന്റെ ആ പ്രവർത്തനത്തിന് പിശാചിലേക്ക് അല്ലാഹു ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആനി ഇന്നമസ്തസല്ലഹുമുശ് ശൈത്വാനു ബിബഅദി മാ കസബൂ വലഖദ് അഫല്ലാഹു അൻഹു ഇന്നല്ലാഹു ഗഫൂറുൻ ഹലീം. അത് പിശാചിന്റെ പണിയാണെന്ന് പറഞ്ഞു. ഞങ്ങളതിന്റെ കാരണക്കാരല്ലെന്ന് അല്ലാഹു തആല വെട്ടി തുറന്നു പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ ഹുങ്ക് പറയണ്ട അബൂ ഉബൈദ എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതേ നമ്മൾ ദുആയിരക്കുമ്പോ ഒരാളുടെയും പൊരുത്തക്കേടുണ്ടാകാൻ പാടില്ല. നമ്മുടെ മാതാപിതാക്കളെ പൊരുത്തക്കേടുണ്ടാകാൻ പാടില്ല. സ്വാലിഹീങ്ങളെ പൊരുത്തക്കേട് വരാൻ പാടില്ല. ഓ എന്റെ ഉമ്മമാരെ, ഭർത്താവിന്റെ പൊരുത്തക്കേട് വരരുത്. ഓ എന്റെ ചെറുപ്പക്കാരെ, ഭാര്യമാരെ പൊരുത്തക്കേട് വരരുത്. മക്കളെ ശാപം ബാപ്പമാര് വാങ്ങാൻ പറ്റൂല. അമ്മായിമ്മയുടെ ശാപം മരുമകള് വാങ്ങാൻ പറ്റൂല. മരുമകളെ ശാപം അമ്മായിമ്മയും വാങ്ങാൻ പറ്റൂല. ചേട്ടന് അനിയന്റെയോ അനിയൻ ചേട്ടന്റെയോ പെങ്ങള ആങ്ങളുടേതോ ആങ്ങള പെങ്ങളുടേതോ ഇങ്ങനെ ഒരാളെ ശാപവും വാങ്ങല്ലേ. അത് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടുകൊണ്ടായാലോ, സുബ്ഹാനല്ലാഹ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടായാലോ, അതല്ലെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കമന്റുകൾ പറഞ്ഞിട്ടായാലോ ഒരു മനുഷ്യനെയും വേദനിപ്പിക്കരുത് കേട്ടോ. മറുഭാഗത്തുള്ള മുസ്ലിമാണോ അമുസ്ലിമാണോ, മതമുള്ളവനാണോ മതമില്ലാത്തവനാണോ, സുന്നിയാണോ അസുന്നിയാണോ എന്നും നോട്ടമില്ല. വ്യക്തിപരമായ ആക്ഷേപം ഒന്നിനും അല്ലാഹു
അനുമതി തരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇന്ന് ട്രോളിന്റെ കാലമാണ്. ഒരു മുസ്ലിയാരെ പ്രസംഗം കിട്ടിയാൽ അത് ട്രോളാണ്, ഒരു കറാമത്ത് പറഞ്ഞാൽ അത് ട്രോളാണ്. സുബ്ഹാനല്ലാഹി ജല്ല ജലാലു. അതിനായിട്ട് വേറെ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. കറാമത്തിന്റെ ഗോഡൌണിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ഹോൾസെയിലായി ഇറക്കാണ്. ബഹുമാനപ്പെട്ട CM മടവൂര് തങ്ങളെ ഹയാത്ത് കാലത്ത് കാണാത്തവരെ, അതുവരെ കേൾക്കാത്തവരെ, പുതിയത് മനസ്സിൽ തോന്നിയതൊക്കെ പറയാണ്. അതിൽ സ്വപ്നം കണ്ടോലുണ്ട്, നേരിട്ട് കണ്ടോലുണ്ട്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഇതിന്റെ പിന്നാലെയൊന്നും നമ്മൾ പോകണ്ട കേട്ടോ. നമുക്ക് CM മടവൂര് വേണോ, അവിടുത്തെ ശൈഖായ പുലിമൊയ്തീൻ സാഹിബ് വേണോ. അല്ലാഹു അവരൊക്കെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് അവസാനമായിട്ട് പറയാണ്, ഒരാളെയും പൊരുത്തക്കേട് വാങ്ങരുത്. ചില ആളുകളെ പൊരുത്തക്കേടിന്റെ ഫലം ദുനിയാവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും. അവസാനം ബഹുമാനപ്പെട്ട അബൂ ഖലാബ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെറിയ സംഭവം അവിടെ നിന്ന് വിശദീകരിക്കുന്നതും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മഹാനായ അബൂ ഖലാബ തങ്ങൾ പറയട്ടെ, ഞാനൊരു ദിവസം ഷാമിലേക്ക് യാത്ര പോയി. ഞാൻ ഒറ്റക്കല്ല, ഒരുപാട് കൂട്ടുകാരന്റെ കൂടെയുണ്ട്. ഈ കൂട്ടുകാരുടെയും കൂടെ ഞാൻ ഷാമിലേക്ക് യാത്ര പോയി. ആ ഷാമിലേക്ക് ചെന്നപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കരയുന്ന ശബ്ദം കേട്ടുപോയി. വവൈലാ വവൈലാ വവൈലാഹു മിനന്നാർ. തീയിൽ നിന്നുള്ള നാശമേ, തീയിൽ നിന്നുള്ള നാശമേ, എന്റെ നഷ്ടമേ എന്നിങ്ങനെ പറഞ്ഞൊരു ചെറുപ്പക്കാരെങ്ങനെ കരയുകയാണ്. ആ കരച്ചില് കേട്ട് ഞാൻ അയാളെ അടുക്കല് ചെല്ലുമ്പോഴോ, രണ്ട് കാലും മുറിഞ്ഞു പോയിട്ടുണ്ട്, രണ്ട് കൈയും മുറിക്കപ്പെട്ടിട്ടുണ്ട്, രണ്ട് കണ്ണിന്റെ കാഴ്ചയും നശിച്ചു പോയിട്ടുണ്ട്. മുഖം താഴ്ത്തി ഭൂമിയിലേക്ക് മുഖം ചേർത്തി വെച്ചിട്ടുള്ള ഇരിപ്പാണ്. അയാൾക്കൊന്ന് അനങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ആ മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, എന്റെ അവസ്ഥ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, ഇന്നി കുന്തു മിമ്മൻ ദഖല അലാ ഉസ്മാന യൗമദ്ദാർ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വീടിന്റെ അകത്തളങ്ങളെ തീവ്രവാദികൾ പിടിച്ച് മഹാനവരുകളെ ഹബസിട്ടപ്പോ, അവിടെ കെട്ടിയിട്ടപ്പോ, പിടിച്ചു കെട്ടിയപ്പോ, വീട്ടിലിട്ട് പൂട്ടിയിട്ടപ്പോ, അങ്ങനെ ഞാൻ വീടിന്റെ ഉള്ളിലേക്ക് കയറിയയാളാണ്. ഫലമ്മാ ദനൗതു മിൻഹു, ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അടുക്കലേക്ക് അങ്ങ് എത്തിയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ ഒച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് അട്ടഹസിച്ച് എന്റെ നേർക്ക് ഓടി വന്നുപോയി. ഫലതം തുഹാ, ആ ഭാര്യന്റെ മുഖത്ത് ഞാനൊരു അടി വെച്ചു കൊടുത്തു. ഉസ്മാൻ തങ്ങളെ ഭാര്യന്റെ മുഖത്ത് ഞാൻ തല്ലി. ആ അടിയങ്ങ് കിട്ടിയ ഉടനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഈ അടിയുടെ ശക്തി, ഈ അടിയുടെ അക്രമങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ ഓടി വന്നിട്ട് പറഞ്ഞു, മാലക, എന്ത് പറ്റി മനുഷ്യ നിനക്ക്? എന്തിനാ എന്റെ പൊന്നുഭാര്യ നിങ്ങളെ തല്ലിയത്? കഥ അല്ലാഹു യദ്കാ വരിജിലൈക വഅമാ ഐനൈക. നിങ്ങളെ രണ്ട് കൈയും അല്ല മുറിച്ച് കളയട്ടെ, നിങ്ങളെ കാല് രണ്ടും മുറിച്ച് കളയട്ടെ, നിങ്ങളെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും നശിപ്പിക്കട്ടെ. നിങ്ങളെ അല്ലാഹു തീയിൽ കിടത്തട്ടെ. വേദന കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടെ വെച്ചൊരൊറ്റ വാക്ക് പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് കേട്ടപ്പോ എനിക്ക് വല്ലാതെ പേടി തോന്നിപ്പോയി. ഞാൻ അന്ന് ഓടിയതാണ് ഷാമിലേക്ക്. വലം വലം യബ്ക മിൻ ദുആഇ ഇല്ലന്നാർ. ഇതുവരെ ഞാൻ അന്ന് ഓടിയ, അന്ന് അദ്ദേഹം ദുആയിരുന്നതൊക്കെ
ജീവിതത്തിൽ ഫലിച്ചിട്ടുണ്ട്. കൈ രണ്ടും പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, കൈ രണ്ടും പോയിട്ടുണ്ട്. എന്റെ നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ട് ഇനി തീ മാത്രമേ ബാക്കി വരാനുള്ളൂ. തീ വരുമോ എന്ന പേടിയിലാണ് എന്ന് ബഹുമാനപ്പെട്ട ഈ മനുഷ്യന്, ബഹുമാനപ്പെട്ട അബൂ ഖിലാബ റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ പറയുകയോ സുബ്ഹാനല്ലാഹ്.